ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഗതികേട് കൊണ്ട് അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നതാണെങ്കിലോ? ഒരു വലിയ തെറ്റ് ചെയ്യാം, എന്നിട്ട് അതിന് ഗതികേട്, സാഹചര്യം എന്നൊക്കെ വിളിക്കാം. കള്ളത്തരം അത് ചെറിയ ആള് ചെയ്താലും ശരി, വലിയ ആള് ചെയ്താലും. തന്നെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ, എന്തു പറ്റി? ഫോൺ എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, നോക്കട്ടെ. ഇത് ഓഫായി പോയി. പിതാമരത്തിനോട് സംസാരിച്ചിരുന്നപ്പോ ഞാൻ നോക്കിയതേയില്ല. പക്ഷേ അതുകൊണ്ട് എന്താ നഷ്ടം അറിയോ? എന്ത് നഷ്ടം? താനേ തന്റെ ജീവിതത്തില് ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതെ പോയി. എന്ത് കാര്യം? തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നാ താൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്? അത് ശ്യാമ മാഡത്തിനെ നേരിട്ട് കാണുന്ന കാര്യം. എങ്കില് അതാണ് തനിക്ക് മിസ്സായത്. പിന്നെ എന്റെ ഫോൺ ഓഫായതിന് കള്ളക്കഥകളും കൊണ്ട് വന്നിരിക്കുക. ഇത് കള്ളക്കഥയൊന്നുമല്ല. ഞാൻ ശ്യാമ മാഡത്തിനെ കണ്ടു, ശ്യാമ മാഡത്തിനോട് സംസാരിച്ചു, ശ്യാമ മാഡത്തിന്റെ കൂടെ ഒരു ഫോട്ടോയും എടുത്തു. ഞാൻ വിശ്വസിക്കില്ല. പിന്നെ വരുൺ കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോ ശ്യാമ മാഡം അവിടെ വന്ന് നിന്നിട്ടുണ്ടാവും അല്ലേ? ഫോട്ടോ എടുത്തു എന്നല്ലേ പറഞ്ഞേ? എങ്കിൽ ഫോട്ടോ കാണിക്കേ. കാണിക്കേ. ഞാൻ പ്രതീക്ഷിച്ചു. ഇനി അടുത്ത നാണ എന്താന്ന് കണ്ടുപിടിക്കേ. ശ്യാമ മാഡത്തിനെ കണ്ടുപോലും. സത്യല്ലേ? എവിടെ വെച്ചാ കണ്ടേ? എങ്ങനെയാ കണ്ടേ? എവിടെയെങ്കിലും പോകുന്ന വഴിക്കാണോ? അതോ വരുൺ ശ്യാമമഠത്തിന്റെ വീട്ടിൽ പോയോ? പറയേ. പറയാം. അതെ, ഇനി ശ്വാസം വിടാതെ ഓരോ ചോദിക്കില്ലേ, എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അയ്യോ ഈശ്വര, ശ്യാമമഠം എന്ന് വെച്ചാൽ എനിക്ക് ദൈവം തന്നെയാ. അങ്ങനെ ഒരു ചാൻസ് ആണല്ലോ ഞാൻ കളഞ്ഞത്. ഈ ഫോൺ എടുത്ത് തല്ലിപ്പൊടിച്ച് കളയണം. നമുക്ക് ശ്യാമമഠത്തിനെ കാണാം. തന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കും. താൻ ഈ ഫോട്ടോയിലേക്ക് നോക്കേ. തന്നെ കാണാൻ ശ്യാമ മഠത്തിലെ പോലെ തന്നെ ഉണ്ടെന്ന് പറയുന്നില്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നോക്ക്. എന്ത് രസാ മാഡത്തിനെ കാണാൻ. നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ചാരെങ്കിലും കണ്ടാൽ നിങ്ങൾ അമ്മയും മോളും ആണെന്ന് പറയും. ചിലപ്പോ അങ്ങനെ തന്നെ ആണെങ്കിലോ? എന്ത് പാട്ടുകാരി ശ്യാമ മേഡം എന്റെ അമ്മയാണെന്നോ? എന്തൊക്കെ കഥകളായി ഉണ്ടാക്കുന്നേ? എടോ, വെറുതെ ഒരു കഥയായിട്ട് തന്നെ കൂട്ടിക്കോ. ഈ പറയുന്ന ശ്യാമ മേഡമാണ് തന്നെ പ്രസവിച്ചെങ്കിൽ ഒരിക്കൽ ശ്യാമ മേഡം തന്റെ കൺമുമ്പിൽ വന്നെന്ന് പറയുക, നിന്നെ ഞാനാണ് പ്രസവിച്ചത്, താൻ എന്ത് ചെയ്യും? ഞാൻ കുഴപ്പം പിടിച്ച കാര്യമല്ലോ ചോദിച്ചത്. കുഴപ്പം പിടിച്ച കാര്യം തന്നെയാ. എന്നെ പ്രസവിച്ച അമ്മ എന്ന് എന്റെ മുന്നിൽ വന്നെന്നാലും
എനിക്ക് ചോദിക്കാൻ 1000 ചോദ്യങ്ങളുണ്ട്. അതിലാദ്യത്തേത്, എന്ത് തെറ്റ് ചെയ്തിട്ടാ ചോര കുഞ്ഞായിരുന്ന എന്നെ വഴിയരികില് വലിച്ചെറിഞ്ഞെന്നാ. അങ്ങനെ ചെയ്തൊരമ്മയോട് എനിക്ക് സ്നേഹം ഉണ്ടാവോ? അങ്ങനെ ഒരമ്മയെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുമോ? ആ അമ്മ എനിക്ക് വെറുപ്പാ വരുൺ. ഒരിക്കലും തീരാത്ത വെറുപ്പ്. എടോ, വരുൺ കഥയുണ്ടാക്കി പറഞ്ഞ പോലെ ഒരിക്കലും ശ്യാമമ്മയുടെ എന്റെ അമ്മയാകാതിരിക്കട്ടെ. കാരണം ശ്യാമ മാഡത്തിന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. അല്ല, ചിലപ്പോഴേ എന്തെങ്കിലും സാഹചര്യം കൊണ്ട്, ഗതികേട് കൊണ്ട് അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നതാണെങ്കിലോ? ഒരു വലിയ തെറ്റ് ചെയ്യാം, എന്നിട്ട് അതിന് ഗതികേട്, സാഹചര്യം എന്നൊക്കെ വിളിക്കുക. കള്ളത്തരം അത്. അത് ചെറിയ ആള് ചെയ്താലും ശരി, വലിയ ആള് ചെയ്താലും ശരി. ശരി, നമുക്ക് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം. ശ്യാമ മാഡം എന്റെ അമ്മയോ അല്ല, ഞാൻ അവരുടെ മകളും അല്ല. ശ്യാമ മാഡത്തിന് എന്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. അതിന് ഒരിക്കലും ഒരു കോട്ടം ഉണ്ടാവാതിരിക്കട്ടെ. അയാളുടെ നിലപാട് എങ്ങനെയാ മുത്തശ്ശി? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്റെ ഈ സംശയങ്ങൾ അയാളോട് എങ്ങനെയാ പറയുന്നത്? അയാളുടെ മനസ്സിൽ ദൈവത്തിന്റെ അത്രയും തന്നെ സ്ഥാനമുണ്ട് ശ്യാമ മേഡത്തിന്. അത് തകർന്നു പോകുന്നു പറഞ്ഞാൽ അയാൾക്കത് സഹിക്കാൻ പറ്റില്ല. തിടുക്കം കാണിക്കണ്ടടാ. ശ്യാമയും രാധികയും അമ്മയും മകളും ആണെങ്കില് ഇതൊക്കെ ദൈവത്തിന്റെ ഒരു പ്ലാനിങ് ആണ്. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫിദയുടെ സ്കൂളിൽ വഴിതെറ്റി വന്നവളെ പോലെ രാധിക എത്തുന്നു. ഫിദ മാഡം അവൾക്ക് അമ്മ തന്നെ ആവുന്നു. പരസ്പരം കണ്ടുമുട്ടുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി അവർ രണ്ടുപേരും കരുതുന്നു. ഇനി നീ പറഞ്ഞതുപോലെ ഒരു രഹസ്യം മാത്രമല്ലേ ആയിട്ടുള്ളൂ. അത് ഭഗവാൻ തന്നെ നീക്കും സമയമാവുമ്പോ. ഞാനാണെങ്കിൽ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലായിരുന്നു. പക്ഷേ അയാളുടെ നിലപാടിൽ സ്ട്രോങ് ആ മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞ പോലെ എന്നെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവട്ടെ ആ മഹത്തായ തിരിച്ചറിവിന് വേണ്ടിയിട്ട്. രാധിക കേട്ട് പെട്ടെന്ന് അംഗീകരിച്ചില്ലെങ്കിലും നിന്റെ കണ്ടുപിടുത്തം ചെറുതല്ല കേട്ടോ. ഇത്രയും പ്രശ്നങ്ങൾ കണിമംഗലത്ത് നടക്കുന്നതിനിടയില് ഇതിനൊക്കെ നീ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. അയാളുടെ കാര്യമല്ലേ മുത്തശ്ശി, ഞാൻ എങ്ങനെ മാറി നിൽക്കും? അയാൾക്ക് സന്തോഷമുള്ള കാര്യം ലോകത്ത് എവിടെയുണ്ടെങ്കിലും അത് അയാളുടെ മുന്നിൽ കൊണ്ട് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. അപ്പൊ പിന്നെ എനിക്കിത് വെറുതെ വിടാൻ പറ്റുമോ? ഒട്ടും വൈകില്ലടാ. രാധികയുടെ എല്ലാ കാര്യങ്ങളും എഴുതി വച്ചതുപോലെ നടത്തി കൊടുക്കുന്നത് അവളുടെ കൃഷ്ണനാ. ഇതിനുള്ള മുഹൂർത്തവും ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ.